have the next person. നമുക്ക് ഇൻസ്പിറേഷൻ ആണ് പ്രധാനമായിട്ട് ഇവരുടെ ഈ ഓണ്ടർപ്രണേഴ്സിന്റെ ഒക്കെ തന്നെ സ്പീച്ച് അല്ല ഇത്. ആക്ച്വലി ഒരിക്കലും ഇവരുടെ ഒരു സ്പീച്ച് പ്രസംഗം അല്ല ഇത്, അവരുടെ എക്സ്പീരിയൻസ് ഷെയറിങ് മാത്രമാണ്. സോ അത് അങ്ങനെ തന്നെ ആ ഒരു സെൻസിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടി. എന്തായാലും അടുത്ത again we have the next entrepreneur here with us. Yes, Mr. Abdul Aziz, Managing Director, Albig Fiasco Express, the transformation of traditional hotel chain to modern, and of course then post graduation in MBA in hotel and restaurant, and then post graduation in MBA in hotel and restaurant again. So here is Mr. Abdul Aziz with us. Namaskaram. First of all, thank you to MS Khamer team for conducting this event. And ഞാൻ ഒരുപാട് കാഷ്വലായിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. കാരണം എൻ്റെ ടൗണാണ് മലപ്പുറം. ഞാൻ ജനിച്ചു വളർന്ന് ഞാൻ ബിസിനസ് സത്യം പറഞ്ഞ ട്രൗസർ ഇട്ട് MSPയിൽ പോയിരുന്ന കാലമായിരുന്നു. ഞാൻ അൽബേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾമോസ്റ്റ് ഉള്ള മലപ്പുറമുള്ള ആളുകൾക്കാണ് അറിയാൻ ചാൻസ് ഉണ്ട്. കാരണം പാരസ് ഹോട്ടലിൻ്റെ ഒരു പാർട്ടായിട്ട് വന്നിരുന്നു. ഇവിടെ നിന്ന് വന്ന ആളുകൾ മോസ്റ്റ്ലി വന്നിട്ടുള്ളത് ബിസിനസ് ടു ബി എ എന്റർപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുന്ന ആളുകളായിരിക്കും ഇന്ന് നമ്മളൊരു ഈവെന്റിലോട്ട് വന്നിട്ടുള്ളത്. അപ്പം എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളതും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്നുള്ളതാണ്. ഇവൻ എന്നെക്കാളും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഇരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്, ഇന്ന് ഞാൻ 28 ഔട്ട്ലെറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. 57 പുതിയ ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. എൻ്റെ ഏജ് വരുന്നത് 29 വയസ്സാണ്. ഞാനിതൊരു സത്യം പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഹോട്ടലുകളിൽ നിന്ന് വന്നിരുന്ന ട്രഡീഷണൽ ഹോട്ടൽ ചെയിനായിരുന്നു. ഫാമിലി ആയിട്ട് കൊണ്ടുവന്ന ഒരു ഹോട്ടൽ ചെയിന് ഒരു മോഡേൺ ഫാസ്റ്റ് ഫുഡ്, കാഷ്വൽ ഫാസ്റ്റ് ഫുഡ് ഡൈനിങ് നമ്മൾ കോൺസെപ്റ്റിലോട്ട് കൊണ്ടുവന്നു. ഇത് ആക്ച്വലി ഒരൊറ്റ രാത്രി കൊണ്ട് സംഭവിച്ച കാര്യമല്ല. ഇവിടെ വന്നിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഞാനിവിടെ 2009 ഞാൻ എൻ്റെ SLC പാസ്സാവുന്നത് MSPയിൽ നിന്ന്. ആ ഒരു സമയമൊക്കെ എനിക്ക് പോക്കറ്റ് ക്യാഷിന് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാവും ഫാമിലി ഹോട്ടൽ പാലസ്, അവിടെ ജോബ് ചെയ്യാറുണ്ടായിരുന്നു, പണിക്ക് പോകാറുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ട്രൗസർ ഇട്ടിട്ടായിരുന്നു 4ാം ക്ലാസ് വരെ പഠിച്ചിരുന്നത്. ഈ ട്രൗസർ ഇട്ട് നമ്മൾ സ്റ്റാഫൊക്കെ കണ്ടു കഴിഞ്ഞാൽ മോശമെന്നുള്ളതുകൊണ്ട് അവിടെ ഹോട്ടലെത്തുന്നതിനും വരെ പാൻറ് ഇതിന്റെ ബാഗിനകത്ത് പാൻറ് ഉണ്ടോ, ഈ പാൻറ് ഇവിടെ മുമ്പ് ഇട്ട് ഹോട്ടലിൽ പോയിട്ട് നിന്ന് ഞാൻ കറങ്ങി നടക്കും മുതലാളിയായിട്ട് വാപ്പാന്റെ കൂടെ. അങ്ങനെ വാപ്പാന്റെ സ്ഥാപനമാണ്. അപ്പൊ അതിലൂടെ നടക്കുന്ന മുതലാളിയായിട്ട് നിൽക്കും. പിന്നെ ഇങ്ങനെ വന്ന് പോക്കറ്റ് പൈസക്ക് ആവശ്യം വന്ന സമയത്ത് ചെറുതായിട്ട് ബില്ലടിക്കാൻ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യാനും അതുപോലെ രാവിലെ പർച്ചേസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യാനും നിന്ന് കൊടുക്കാൻ തുടങ്ങി. പക്ഷെ അതിനൊക്കെ മുന്നേ പൈസ നിരന്തരം വാപ്പാണ്ട് ചോദിക്കുമ്പോൾ വാപ്പ പറയും നിനക്ക് പൈസ വേണമെങ്കിൽ നീ ഉണ്ടാക്കിക്കോ എന്ന് പറയും. അപ്പോ വാപ്പ പറഞ്ഞൊരു ഓപ്ഷൻ വന്നു, നീ വേണമെന്നുണ്ടെങ്കിൽ രാവിലെ സ്നാക്സ് ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ വീടിന്റെ ബാക്കിൽ നിന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങും. ഇവിടുന്ന് ക്ലാസ്സിൽ കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തെ നാട്ടിലൊരു ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടി അവിടെ വീടിന്റെ ബാക്കിൽ നിന്ന് കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ട് ഫ്രോസൺ ആക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും. ചിക്കൻ കട്ട്ലേറ്റ് 5 രൂപക്ക്. അപ്പൊ അങ്ങനെ ഞാൻ 8ാം ക്ലാസ് ആയപ്പോൾ ആദ്യമായിട്ട് ഫോൺ വാങ്ങിച്ചു, സ്വന്തമായിട്ട് ഫോൺ. അപ്പൊ നമ്മൾ അന്നത്തെ ഗോളുകൾ അതായിരുന്നു. അന്ന് എയിം പറഞ്ഞാൽ കുറച്ച് കാശ് ഉണ്ടാക്കുക, എൻജോയ് ചെയ്യാന്നുള്ളതായിരുന്നു. പക്ഷെ നമ്മളറിയാണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഒരു എന്റർപ്രണർ എന്നുള്ള ഒരു പാർട്ട് അറിയാണ്ട് ഞാനൊരു ഹോട്ടൽ മാനേജ്മെന്റ് ഗ്രാജുവേറ്റ് ആണ്. വയനാട് ഓറിയന്റിൽ നിന്നാണ് ഞാൻ പാസ് ഔട്ട് ആയത്. അപ്പൊ അതൊക്കെ അതിലോട്ടൊക്കെ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ വളർന്നു വരുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മൈൻഡിലോട്ട്. അപ്പൊ എന്റെ കൂടെ പഠിച്ച ആളുകൾക്ക് അറിയാൻ പറ്റും, ഞാൻ 2 വർഷം തോറ്റിട്ടുണ്ട് സ്കൂളിൽ. നല്ലൊരു ഈവൻ എനിക്ക് ഇംഗ്ലീഷ് ഇന്നും ഞാൻ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ എനിക്ക് കഴിയില്ല. സംസാരിക്കും, ഫാർ ബെറ്റർ ആണ് കമ്പാരിറ്റീവ് ബിഫോർ. കാരണം ഞാൻ ഗ്രാജുവേറ്റ് ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് എന്റെ ഇംഗ്ലീഷ് കേട്ടിട്ട് എന്റെ സുഹൃത്ത് വെച്ചിട്ടുണ്ട്, നീ ഇംഗ്ലീഷ് മീഡിയത്തിലല്ല പഠിച്ചെന്ന് വെച്ചിട്ടുണ്ട്. എന്റെ മീറ്റിങ്ങിന് എന്റെ ഫാദർ വരില്ലായിരുന്നു. MSPയിലുള്ള ഒരൊറ്റ മീറ്റിങ്ങിന് വാപ്പ വരില്ല. കാരണം വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വാപ്പ പറയും എന്റെ മീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഫുൾ അറിയുന്ന ആൾക്കാരാണ്. കാരണം 1ാമത്തെ നമ്പറാണ് അബ്ദുൽ അസീസ് ABD, ഫസ്റ്റ് നമ്പറാണ്. ഇതിന് ഫസ്റ്റ് കിട്ടുന്ന ആളാവുമ്പോ ടീച്ചേഴ്സ് നല്ല ഉഷാറായിട്ട് സെറ്റാക്കും. അത് കേട്ട് വാപ്പ വെച്ചാല് വാപ്പയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോഴേക്കും ഫുള്ള് പറയാം. സ്വാഭാവികമായിട്ടും ഐസ്ക്രീം ഇറക്കി കൊടുക്കുന്ന ആളുണ്ടാവും, പലർക്ക് അവരൊക്കെ മക്കൾ അവിടെ തന്നെ പഠിക്കുന്നുണ്ടാവാം. പിന്നെ ഒന്നുമില്ലെങ്കിൽ കമാൻഡേറ്റ് ആരെങ്കിലും ഇവരൊക്കെ ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരും പരിചയം.
വാപ്പ പറയും ഞാനില്ല ആരെങ്കിലും കൊണ്ടുപോയിക്കുന്നത്. അതുകൊണ്ട് ഒരു പരിധി വിട്ട് ആയപ്പോൾ എനിക്ക് ഭയങ്കര സൗകര്യമായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ എല്ലാവിധ കളിക്കും പറ്റും, ഞാൻ വാപ്പ സ്കൂളിലേക്ക് വരില്ല. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്കൂൾ ഡേയ്സിലൊക്കെ കളിച്ച് എൻജോയ് ചെയ്തിട്ടാണ് പോന്നിട്ടുണ്ട്. കാരണം ആവശ്യത്തിന് പൈസയും കിട്ടുന്നുണ്ട്, സ്വന്തമായിട്ട് അധ്വാനിച്ച് ആരും ചോദിക്കാനൊന്നുമില്ല. അതിനാ കാര്യത്തില് നമ്മുടെ പൈസക്ക് നമ്മൾ തന്നെ എൻജോയ് ചെയ്യുന്നു. അതിന് 10ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ സാറ് വിളിച്ചിട്ട് വാപ്പാനെ വിളിച്ച് എത്തിയിട്ട് വന്നു. മലയാളത്തിൽ 0 കിട്ടിയ ഒറ്റ ആളി ക്ലാസ്സിലോട് അത് ഓനാണ്. എന്തായാലും SH പാസ്സാവുന്ന ഉറപ്പില്ല എന്ന് പറഞ്ഞിട്ട് പറയുമ്പോട്ടില്ല. നമുക്കറിയാം ടീച്ചേഴ്സ് പറയുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ അത് പാപ്പാനെ പേർപ്പിച്ചിട്ട് പറയുള്ളൂ. അങ്ങനെ 10ാം ക്ലാസ് നല്ല കളിച്ച് പോയ സമയത്ത് ഇതുപോലെ ഒരു ഇവന്റ്, ഇത് ഹിന്ദു എന്നുള്ളൊരു ന്യൂസ് പേപ്പർ അവരൊരു മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു ഈ എക്സാമിന് പങ്കെടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്. എന്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഇരുന്നത്. കാരണം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തീരെ മാർക്കില്ലാതെ ഒരു ഓൾമോസ്റ്റ് സബ്ജക്റ്റുകൾക്ക് ഫെയിലായി നിൽക്കുന്ന ഒരു സമയത്ത് ആ ക്ലാസ്സിൽ പങ്കെടുത്ത ആള് അന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നല്ല A+ കൂടി പാസ്സാവുമെന്ന് പറഞ്ഞു. പക്ഷെ അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാനിങ്ങനെ ഏറ്റവും ബാക്കിലായിരിക്കുക. കേൾക്കുമ്പോൾ എനിക്കും ചിരി വന്ന്. കാരണം മര്യാദക്ക് ഒരൊറ്റ സബ്ജക്റ്റിന് പോലും ഫുൾ പാസ്സായിട്ട് ഒരു എക്സാമിന് ഞാൻ സത്യം പറഞ്ഞാൽ പാസ്സാവില്ലായിരുന്നു. മുമ്പിൽ പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര കോമഡി ആയി. അപ്പൊ എന്റെ കൂടെ ഒരാളോടെ കിട്ടോ. അപ്പൊ ഞങ്ങളൊക്കെ ഒരുമിച്ചിട്ട് ചോദിച്ചു, ഞങ്ങൾ ഇതുവരെ ഒരു സബ്ജക്റ്റിന് ഫുള്ള് പാസ്സായിട്ടില്ല, പക്ഷെ ഞങ്ങൾ പാസ്സാവുമെന്ന് ചോദിച്ചു. അപ്പൊ മുമ്പിൽ പറഞ്ഞ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ പാസ്സായി കഴിഞ്ഞാല് ഇവിടെ ഉള്ള ടോട്ടലി ഉള്ള ഇത് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ആലോചിച്ചു. ഞങ്ങളുടെ ക്ലാസ്സിൽ തീർച്ചയായിട്ടും മുമ്പിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓളൊക്കെ കയ്യിൽ തിരിച്ചു പറഞ്ഞു, ഇവരൊക്കെ ഫുള്ള് പഠിച്ച് ഫുൾ A+ വാങ്ങിക്കുന്നത് എൻ്റെ ഒരു ഇയർ ഫുള്ള് പഠിച്ചിട്ടാണ്. നിങ്ങൾ മാർക്ക് വാങ്ങിക്കുന്നതിന്റെ ഈ ഒരു മാസം പഠിച്ചിട്ടാണ് നിങ്ങൾ പാസ്സാവുന്നത്. നിങ്ങളെ പാസും അവരെ ഫുൾ A+ തിളക്കം കൊടുത്ത് നിങ്ങൾക്ക് കേൾക്കുന്നതാണ്. പക്ഷെ ഞങ്ങൾ ആ ഒരു മറുപടി ഞങ്ങൾ ഭയങ്കര ഒരു സ്ട്രൈക്ക് ചെയ്ത കാര്യമാണ്. ഞങ്ങളുടെ ടീമിൽ അന്ന് ആ ബാക്ക് ബെഞ്ചസ് ആയിരുന്ന എല്ലാവരും ഓൾമോസ്റ്റ് 80% പാസ്സായി. അത് ഞങ്ങളന്ന് ആ കാര്യം ആ ഒരു പോയിന്റ് പുള്ളി ഷെയർ ചെയ്ത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ ടേണിംഗ് പോയിന്റ് ആയിട്ട് വന്നിട്ടുണ്ടോ. ശേഷം ഞാൻ എൻ്റെ 10 കഴിഞ്ഞ പിന്നെ വീണ്ടും 3 മാസം ഇതായിരുന്നു ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ പാപ്പൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളുടെ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു, ഹോട്ടലിൽ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു. കാരണം പൈസ വേണം. പാപ്പ പറഞ്ഞു കുറച്ച് ഫാമിലി ഇഷ്യൂസും, കാരണം ഫാമിലി ഒരു ട്രഡീഷണൽ ഹോട്ടലാണ്. നമ്മൾക്ക് അവിടെ എപ്പോഴും മൂത്ത ആളുകൾ പറയുന്ന ഒരു തീരുമാനങ്ങൾക്കാണ് കൂടുതൽ വാല്യൂ ഉണ്ടാവുക. അപ്പൊ നമ്മൾ പുതുതലമുറ വന്ന് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യുന്നതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ് അല്ലായിരുന്നു. അപ്പൊ അത് ഇന്ത്യയിലായിട്ട് അവരൊരു അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് എൻ്റെ പുതിയ ഹോട്ടലുണ്ട് കോട്ടക്കൽ, അവിടെ പോയി ഇരുന്നു എന്ന് പറഞ്ഞു. പുതിയ ഹോട്ടൽ തുടങ്ങി 2 മാസം ആയിട്ടുള്ളൂ, 10,000 കൂടെ തയ്ച്ച് കച്ചവടം നടക്കുന്നില്ല. അപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഞാൻ അവിടെ പോയ സമയത്ത് ഫസ്റ്റ് ദിവസം തന്നെ അവിടെയുള്ള സ്റ്റാഫുകളെല്ലാം എന്നെ കിട്ടിയ ആ ഒരു സന്തോഷത്തിൽ വന്നിട്ട് നല്ല കംപ്ലൈന്റുകളും പോരായ്മകളും, നമ്മളൊരാളൊരു സ്ഥാപനത്തിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ തളർത്താൻ പറ്റും അത്രയും തളർത്താൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് നമുക്ക് പറ്റുന്നതെല്ലാം പറഞ്ഞിട്ട് ഞാൻ വന്നിട്ട് തിരിച്ചു പോകുന്നു. ആദ്യ ദിവസം നിന്നിട്ട് 2ാം ദിവസം എനിക്ക് പണിയൊന്നും വേണ്ട, ഞാൻ വാങ്ങി മണിക്ക് നോക്കിക്കോളാം പറഞ്ഞു വാപ്പനായിട്ട്. വാപ്പ വേറെ എന്തായാലും മലപ്പുറത്ത് ഇറങ്ങാൻ പറ്റില്ല, കാരണം മലപ്പുറത്ത് ഫുൾ ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് വാപ്പ പറയുന്നത് വീട്ടിൽ ഇറങ്ങാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെയുള്ള മാനേജർ പറഞ്ഞു എനിക്ക് കുറച്ച് ലീവ് എടുക്കണം, നീ ഒന്ന് നിൽക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ ഒരു 6 ദിവസം ഒരാഴ്ച വന്ന് നിൽക്കുമെന്ന് വെച്ചപ്പോൾ ഞാൻ വന്ന് അവിടെ തിരിച്ച ഹോട്ടലിൽ പോയിട്ട് ഞാൻ 6 ദിവസം ജോലിക്ക് ഇറങ്ങിയ സമയത്തിലാണ് ഞാൻ അടുത്തൊരു കാര്യം സ്ട്രൈക്ക് ചെയ്ത് മനസ്സിലാക്കി. വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ചെയ്ത് മനസ്സിലാക്കിയ ഒരു കാര്യം, അവിടെയുള്ള സ്റ്റാഫുകളുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഷവർമ കട്ട് ചെയ്യുന്നവന്നിട്ട് പറയും നേരത്തെ വന്നപ്പോൾ പറഞ്ഞ കാര്യം തന്നെ ആയിരുന്നു, പക്ഷെ അത് കേട്ടപ്പോൾ സംഭവം മനസ്സിലാക്കി കത്തി കുറച്ച് മൂർച്ചയില്ലാന്നുള്ളത്. അപ്പൊ ആ കത്തി മൂർച്ച വിട്ടിട്ട് പോകേണ്ട പ്രശ്നം കഴിഞ്ഞു. പിന്നെയുള്ള ബാക്കിയുള്ള ഓരോ സ്റ്റാഫുകളും ഓരോ പ്രശ്നങ്ങൾ ചോദിക്കും. വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാവില്ല, നമ്മൾ കേൾക്കാണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നാത്ത വലിയ എന്തോ സംഭവം എന്നൊക്കെ. ഇവരുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേട്ടപ്പോൾ തന്നെ പരിഹരിക്കുന്ന ആവശ്യമുണ്ട്. ജസ്റ്റ് കേട്ടപ്പോൾ തന്നെ അവരുടെ പകുതി പ്രശ്നങ്ങളോടെ തീർന്നു. ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഒരു സപ്പോർട്ട് ഇങ്ങോട്ട് ബിൽഡ് ചെയ്തു. ഞാൻ ആദ്യമായിട്ട് സ്വന്തമായിട്ട് നടത്തിയൊരു ഹോട്ടലായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ മാഡം പറഞ്ഞാൽ പോസ്റ്റ് ഒട്ടിക്കാൻ പോവാ, ഡെലിവറി പിടിക്കുക, ബിസിനസ് കൊണ്ടുപോകാൻ, ഇങ്ങനെയുള്ള ഓരോ പാഷനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി.
ബിസിനസ് റിസൾട്ട് വന്നു. 6 മാസം കൊണ്ട് തന്നെ 30,000 രൂപയുടെ കച്ചവടം. 10 വർഷം മുന്നത്തെ ആക്കാം. അതിന് മാസം 1.5 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് കിട്ടുന്ന ലെവലിലേക്ക് അക്കൗണ്ടിൽ മാറി. അപ്പൊ നമുക്കൊരു കോൺഫിഡന്റ് ആയി. അപ്പൊ ഞാൻ ഉറപ്പിച്ചു ഈ ഹോട്ടൽ മാനേജ്മെന്റ് എടുക്കുന്നത്. പിന്നെ ആവേശം കൂടി കാറ്ററിംഗ് വർക്കുകൾ എടുക്കാൻ തുടങ്ങി. അത് ഞാൻ കോളേജിൽ അഡ്മിഷൻ എടുത്തും ചെയ്തു. അഡ്മിഷൻ എടുക്കുന്ന തലേന്ന് ജോയിൻ ചെയ്യുന്ന തൊട്ട് മുമ്പത്തെ ദിവസം ഞാനൊരു കാറ്ററിംഗ് വർക്ക് ഏറ്റെടുത്ത് ലൈഫിലെ മറക്കാൻ പറ്റാത്തൊരു കാറ്ററിംഗ് വർക്കാണ്. ആ കാറ്ററിംഗ് വർക്ക് പുള്ളി ഒരു ലൊക്കേഷൻ പറഞ്ഞത് തിരൂരിൽ നിന്നാണ്. പക്ഷെ തിരൂര് ഞാൻ ഫുഡെല്ലാം കൊണ്ടുപോയി നോക്കുമ്പോൾ തിരൂരിൽ നിന്ന് 15 കിലോമീറ്റർ ഉണ്ട്. ചമ്പ്രോട്ടം തിരിഞ്ഞു പോകാനുണ്ട്. അതിന് നിക്കാതെ കഴിഞ്ഞിട്ട് ഫുഡ് എത്തിയില്ല. വണ്ടി കംപ്ലൈന്റ് ആയി. അങ്ങനെ കാറ്ററിംഗ് എന്നെ ഏൽപ്പിച്ച ആള് വന്നിട്ട് ഫുൾ കവറൊക്കെ പിടിച്ച് നിർത്താനായി. പിന്നെ കുറച്ചേരൊക്കെ പിടിച്ച് നിർത്തി അവസാനം ചെമ്പും പാത്രങ്ങളിലൂടെ മതിലിന്റെ മുകളിലൂടെ കയറ്റി പുറത്തോട്ട് എടുത്തു വെച്ചു. ഇങ്ങനെയുള്ള നല്ല നല്ല ഓർമ്മകൾ അന്ന് അത് ആലോചിക്കുമ്പോൾ ഞാൻ അന്നത്തോട് തീരുമാനിച്ചു ഇനിയൊരു കാറ്ററിംഗ് ഞാൻ എടുക്കൂല എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കാറ്ററിംഗ് വർക്കുകൾക്ക് പോകാൻ തുടങ്ങി. കാരണം വേറെ പ്രത്യേകിച്ച് വരുമാനം ഇല്ലാത്തതുകൊണ്ട് ക്ലാസ് കട്ട് ചെയ്യുന്നു, കാറ്ററിംഗിന് പോകണം. നല്ല നല്ല കാറ്ററിംഗ് വർക്ക് കിട്ടുമ്പോൾ അതിൽ വർക്ക് ചെയ്യാൻ പോകുന്നു. പക്ഷെ എനിക്ക് നിങ്ങളുടെ ഏറ്റവും ഷെയർ ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് ആയിട്ട് ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ അവിടെ തന്നെ ഇരിക്കും. ഞാൻ എന്റെ സംസാരം നീണ്ടു പോകണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് കൺക്ലൂഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇന്ന് ഞാനിവിടെ അൽബേക്കിൽ 28 ഔട്ട്ലെറ്റ് റണ്ണിംഗ് വേണ്ടി 57 ഔട്ട്ലെറ്റ് പുതിയ വരുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രാഞ്ചൈസി എന്നുള്ളത് ഞാൻ 2 ദിവസം കൊണ്ട് തുടങ്ങിയ സംഭവമല്ല. 2010-11 കാലഘട്ടത്തിൽ എന്റെ ഉപ്പന്റെ അടുത്ത് പറഞ്ഞാണ്, അവസാനം അടുത്ത് പറഞ്ഞു, നിനക്ക് എന്റെ അടുത്ത് തരാൻ ഇനി പൈസ ഒന്നുമില്ല, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്റെ പേര് ഉപയോഗിക്കാന്ന് പറഞ്ഞു. ഫാമിലി ചെയ്ത് പാർട്ടിഷൻ നടത്തുന്ന സമയത്ത് എന്റെ അടുത്ത് കക്കനടുത്തും പറഞ്ഞാണ്. അപ്പൊ അന്ന് വാപ്പ പറഞ്ഞൊരു പോയിന്റ് ഇരുന്നത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് അസറ്റുകളൊന്നും തരാനില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്റെ ട്രേഡ് നെയിം പേര് ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങളെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്തേക്കുന്നു. അങ്ങനെ ഞാൻ 2012 ഞാനൊരു കമ്പനി ഫോം ചെയ്തു. ആ വന്ന ആളെ കയ്യിലാണ് കമ്പനി ഫോം ചെയ്യാൻ വേണ്ടി കൊടുത്ത്. അപ്പോൾ 2012 ഞാൻ എന്റെ കമ്പനി ഫോം ചെയ്യുന്നത് ഫ്രാഞ്ചൈസിക്ക് വേണ്ടിയിട്ട്. ശേഷം ഞാൻ ഫ്രാഞ്ചൈസി വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊൽക്കത്തയിലും ഡൽഹിയിലും അവിടെയും ഹൈദരാബാദ്, ബാംഗ്ലൂർ, ചെന്നൈയിലൊക്കെ മിക്ക വീക്കെൻഡ്സിൽ ഞാൻ ചെന്നൈയിൽ ഈവൻസുകളിൽ പങ്കെടുക്കും ഫ്രാഞ്ചൈസി ചെയ്യാൻ വേണ്ടിയിട്ട് 2013, 14, 15 പക്ഷെ എന്റെ ഫ്രാഞ്ചൈസി എടുക്കാനുണ്ടെങ്കിൽ എനിക്ക് ലാംഗ്വേജ് ഇംഗ്ലീഷ് അറിയില്ല സംസാരിക്കാനൊന്നും. കാരണം ഇടയ്ക്ക് എനിക്ക് തന്നെ തോന്നും പണ്ടാറ് എണീറ്റ് പോയാൽ മതി. കാരണം എന്റെ അടുത്ത് അമ്മായി ക്വസ്റ്റ്യൻസാണ് ചോദിക്കുക ഒരു ഫ്രാഞ്ചൈസി വന്നു കഴിഞ്ഞാൽ. അപ്പൊ എനിക്ക് ഭയങ്കര ലാംഗ്വേജ് ഇല്ലാത്ത ഭയങ്കര വീക്ക് ആയിരുന്നു. പക്ഷെ എനിക്ക് കോൺഫിഡന്റ് ആണ് എനിക്ക് വിൽക്കാൻ പറ്റുന്നത്. പക്ഷെ എന്റെ ഈ കോൺസെപ്റ്റിന് ഞാൻ ഈ ഒരു ഫ്രാഞ്ചൈസി കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് എന്റെ കൂടെ ഉണ്ടായ എന്റെ ബ്രദർ വരെ പറഞ്ഞു, നീ വെറുതെ ജീവിതം കളയണ്ട, ഇതൊന്നും നടക്കാൻ 4-5 വർഷം കഴിഞ്ഞിട്ടാണ് പറയുന്നത്, ഇതൊന്നും നടക്കാത്ത കേസാണ്, ഈ ഫ്രാഞ്ചൈസിന്ന് ഇവിടെ വിൽക്കാൻ പോകുന്നില്ല, നീ ആ എന്റെ കൂടെ സൗദിയിലോട്ട് പോരാണ്. പക്ഷെ എനിക്ക് നഷ്ടപ്പെടാൻ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ എന്റെ സൈഡിൽ എനിക്ക് നഷ്ടപ്പെടാൻ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. വീണ്ടും ഞാൻ എന്താക്കി നന്നായിട്ട് വർക്ക് ചെയ്ത് നോക്കി, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നോക്കി. കാരണം നമ്മൾ സേഫ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാൻ നിൽക്കില്ല, അവിടെ തന്നെ ഇരിക്കുള്ളൂ. ആ എഗെയിൻ ആൻഡ് എഗെയിൻ ഞങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, ഒരു ടീമായിട്ട് വർക്ക് ചെയ്തു. ആദ്യത്തെ ഫ്രാഞ്ചൈസി സൈൻ ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ അത് തികച്ചും 5 വർഷങ്ങളോളം പണിയെടുത്തിട്ടാണ് ഒരു ഫ്രാഞ്ചൈസി കിട്ടുന്നത്. 5 വർഷം പണിയെടുത്തിട്ടാണ്. അപ്പോ ആദ്യത്തെ ഫ്രാഞ്ചൈസി സൈൻ ചെയ്തിട്ട് കിട്ടുമ്പോണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് വീണ്ടും അടുത്ത മാസങ്ങളിലെ ഓരോ മാസവും ചില ദിവസം 2-3 ഫ്രാഞ്ചൈസി വരെ ഞാൻ കൊണ്ടുവന്ന് സൈൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഡിസ്ട്രിക്ട് ലെവലിലും റീജിയൻ ലെവലിലുള്ള ഫ്രാഞ്ചൈസികൾ റിക്രൂട്ട് ചെയ്യുന്നത്. അതായത് 2021 കൂടി ഏറ്റവും കൂടുതൽ ഔട്ട്ലെറ്റുള്ള ചെയിനായിരിക്കും സൗത്ത് ഇന്ത്യയിൽ. അത് ഈ മാർച്ചോട് കൂടി 100 ഔട്ട്ലെറ്റിന് മുകളിലോട്ട് പോകും. 65 ഔട്ട്ലെറ്റോളം ഞങ്ങൾ തമിഴ്നാട് ഓൾറെഡി ലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ടോക്കിംഗ് ഡിസ്കഷൻ കാര്യങ്ങൾ നടന്നുകൊണ്ട് നിൽക്കണം. ഇതിന് പ്രീ കോവിഡും പാസ്റ്റ് കോവിഡ് എന്നുള്ളൊരു ടോപ്പിക് കൂടി എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഞാൻ കൊറോണ സമയത്ത് വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു എനിക്ക് എത്ര പൈസ കൊടുക്കാനുണ്ട്. ഞാനത് അതിനു മുമ്പ് എനിക്ക് നല്ല CEO ഉണ്ടായിരുന്നു, GM മാനേജേഴ്സ് ഒരുപാട് ആളുകൾ എൻ്റെ ഓഫീസിലുണ്ട്, ഒരുപാട് മാനേജേഴ്സ് ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും മാസം സാലറി കൊടുക്കുന്നു, ടാർഗറ്റ് എടുത്ത് വർക്ക് ചെയ്ത് കൊണ്ടുവരുന്നു. പക്ഷെ ഈ ഒരു സിസ്റ്റത്തിൽ പോരുന്ന ഇടയ്ക്ക് പെട്ടെന്നാണ് ലോക്ക്ഡൌൺ വരുന്നത്.
ലോക്ക്ഡൌൺ വന്ന് കുറച്ച് ദിവസം വീട്ടിൽ കളിക്കാനൊക്കെ പോയി. പിന്നെ അങ്ങനെ ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി, വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എത്ര മാസം ലോൺ അടക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ഇത് അധികം നീണ്ടു പോകാൻ പറ്റില്ല എന്നുള്ളത്. ഇപ്പൊ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു, എന്റെ ലേബിലിറ്റി എത്ര ഉണ്ടെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തു. അതെനിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം മുന്നേ ഉണ്ടായിരുന്ന സ്ട്രാറ്റജി അല്ല പിന്നെ വേണ്ടത്. സേഫ് അല്ല എന്നുള്ള ചിന്ത വന്നതോടുകൂടി ഗ്രൗണ്ട് ഇറങ്ങി പണിയെടുക്കാൻ തുടങ്ങി. ചിന്തിച്ചു പണിയെടുക്കുക, അത്രേ വേണ്ടുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ സീരിയസ് ആയിട്ട് സിൻസിയർ ആയിട്ട് ചെയ്യാം. പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് വെച്ചാൽ, നിങ്ങൾ മീറ്റ് ചെയ്യുന്ന, നിങ്ങൾ പരിചയപ്പെടുന്ന ഓരോ വ്യക്തികളും നിങ്ങളെ ഓർത്തു വെക്കണം. രണ്ടാമത് അവര് നിങ്ങളുടെ ബിസിനസ് റെഫറൽ ആവണം. ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് വലിയൊരു സ്പീക്കറായിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കില്ല സത്യമായിട്ടും. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എന്റെ എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് ഉപകരിക്കപ്പെടും എന്ന്, ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകരിക്കപ്പെടും എന്നുള്ള വിശ്വാസവുമുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആണ് പലർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള ഡൗട്ടുണ്ട്. എങ്ങനെ ഈ കോവിഡ് കാലം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളത് പലർക്കും ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് ഫുഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് നിങ്ങളുടെ ഏറ്റവും അധികം എഫക്ട് ചെയ്തിട്ടുള്ള ഒരു പോർഷനാണ് നിങ്ങളുടെ ഫുഡ് ഡിപ്പാർട്ട്മെന്റ്, ഹോട്ടലിൽ എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടം നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്തു? ഫുഡ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമിംഗ് ആണ്. ഫുഡ് ഇല്ലാണ്ട് ഒരാൾക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഞാൻ ഫേസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, എന്റെ ഔട്ട്ലെറ്റിൽ മെജോറിറ്റി ഒരു ചെറിയ കിയോസ്കുകളായിരുന്നു. രണ്ടാമത് എനിക്ക് ഫൈൻ ഡൈൻ റെസ്റ്റോറന്റുകളുണ്ട്. ഈ ഫൈൻ ഡൈൻ റെസ്റ്റോറന്റുകൾ 6 മാസത്തോളം ലോസിലായിരുന്നു പോയിരുന്നത്. ഫസ്റ്റ് വരുന്ന പാർട്ടുകൾ ചെറിയ കൗണ്ടറുകളെല്ലാം നല്ല സക്സസ് ആയിട്ട് റൺ ചെയ്തത്. എനിക്ക് തോന്നുന്നു കോവിഡ് എന്നുള്ളത് ഹോട്ടലുകാരെ വിളിച്ചിട്ട് നല്ലൊരു ടൈമായിരുന്നു. കാരണം വെച്ചാൽ എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് ടേക്ക് അവേ എന്നുള്ള കോൺസെപ്റ്റിൽ ഞങ്ങൾ കൂട്ടിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഓൾമോസ്റ്റ് ഔട്ട്ലെറ്റും ഇനീഷ്യലി ആദ്യത്തെ ഒരാഴ്ച സ്റ്റോപ്പ് ചെയ്തു, എന്നിരുന്നാലും പിന്നെ തുറന്നു വന്നു. ഇതിനകത്ത് എനിക്ക് വലിയ ഔട്ട്ലെറ്റുകളൊക്കെ തെറ്റില്ലാത്ത ലോസിൽ പോയിരുന്നു. പക്ഷെ ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നു ലോസ് എത്ര വരെ പോകും, ഇന്ന മാസത്തിൽ ലോസ് റിക്കവർ ആവണം, ദെൻ ജനുവരി മുതൽ ലോസ് കവർ ചെയ്ത് പോകണം എന്നുള്ളത് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. സ്റ്റാഫുകളുടെ കംപ്ലീറ്റ് സ്കീമും മുന്നുണ്ടായിരുന്ന സാലറി ബേസിലുള്ള സ്റ്റാഫുകളെ കംപ്ലീറ്റ് ഞങ്ങൾ സ്റ്റാബ്ലിഷ് മാറ്റി എല്ലാവർക്കും പ്രോഫിറ്റ് ഷെയർ എന്നുള്ള മോഡലിലോട്ട് കൊണ്ടുവന്നു. ഹൈ ലെവലിൽ നിൽക്കുന്ന എല്ലാ സ്റ്റാഫുകൾക്കും പ്രോഫിറ്റ് ഷെയർ ആക്കി. അതിനുശേഷം എന്റെ ടീമിലുള്ള ഞാൻ സാലറി കൊടുക്കുന്ന ആളുകൾക്ക് പലർക്കും സാലറി കൊടുക്കുന്നതിന് 5 ഇരട്ടി 5 കാശ് മാസം സമ്പാദിക്കുന്നുണ്ട് ഇന്നെന്റെ സ്റ്റാഫ്. അപ്പോ അവര് ചെയ്യുന്ന വെച്ചാൽ വിൻ വിൻ എന്നുള്ള മോഡലിലാണ് ഞങ്ങൾ സിസ്റ്റം മാറ്റി കൊണ്ടുവന്നത്. കാരണം ഇന്ന് എനിക്ക് കുറച്ചും കൂടി എഫേർട്ട് കുറവുണ്ട്. കാരണം എന്താ വെച്ചാൽ അവരെന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ ഔട്ട്ലെറ്റ് ഇനാഗ്രേഷൻ ആയിരുന്നു. 2 ഔട്ട്ലെറ്റ് ഇനാഗ്രേഷൻ, ഒരെണ്ണം 4 ഉണ്ട്, ഒരെണ്ണം കഴിഞ്ഞ ദിവസം ഇനാഗ്രേറ്റ് ചെയ്തു, പിന്നെ 1ാം തീയതി ഇനാഗ്രേഷൻ ഉണ്ട്. പക്ഷെ ഇതിന്റെ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുന്നേ കീശയിലുള്ള ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്തു. പക്ഷെ ഇതിന്റെ ഒന്നും ടെൻഷനോ റിസ്കോ ഇന്ന് ഞാൻ അറിയുന്നില്ല. മേജർ റീസൺ എന്താ വെച്ചാൽ ഇവിടെ ടീം വർക്ക് ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിചാരിച്ച ഒരു റിസൾട്ട് കിട്ടാൻ പറ്റില്ല. ഇന്ന് ഞാൻ ഇവിടെ വരുന്നതിന് 1 മണിക്കൂർ മുമ്പ് വരെ ഞാൻ രാവിലെ 9 to 12 1 മണി വരെ മീറ്റിംഗ് ആയിരുന്നു. ചെയ്യുന്ന ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഈ സിസ്റ്റം എന്ന് പറയുന്നത്, നിങ്ങളുടെ ബിസിനസ് സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ ആദ്യം വിചാരിച്ചത് വലിയ കോസ്റ്റ്ലി ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതൊന്നും വലിയ കോസ്റ്റ്ലി എന്നുള്ളതല്ല ഞാൻ മനസ്സിലാക്കുന്നത്. ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയാക്കി ചെയ്യാന്നുള്ളതാണ്. നിങ്ങളെ വാട്സപ്പ്, ഞാൻ യൂസ് ചെയ്യുന്നത് വാട്സപ്പാണ് ബിസിനസ് യൂസ് ചെയ്യുന്നത്. എത്ര ഔട്ട്ലെറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഗ്രൂപ്പിൽ രാവിലെ രാത്രി അത് ഞാൻ മറക്കുന്നുള്ളത് ഞാൻ സെൽഫായിട്ട് റിമൈൻഡർ വെച്ചിട്ടുണ്ടോ. രാത്രി ആകുമ്പോൾ എല്ലാവരും റിപ്പോർട്ട് ചോദിക്കുന്നു. ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നു. ഇതൊക്കെ തന്നെയാണ് ഈ കോവിഡ് സമയത്ത് മറികടക്കുക എന്നുള്ളതിനെ ചെയ്യാനുള്ളത്. ശരി, താങ്ക് യു.